ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് സ്വാഗതം. അങ്ങനെ 6 ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. 13 പേര് മത്സരാർത്ഥികളായിട്ട് നോമിനേഷൻ ലിസ്റ്റിൽ വന്ന ഈ ആഴ്ച കടുത്ത മത്സരം തന്നെ നമുക്ക് ഓരോ മണിക്കൂറിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചോടിഞ്ച് വാശിയേറിയ മത്സരങ്ങൾ തന്നെ കാഴ്ചവെച്ചപ്പോൾ വോട്ടിംഗ് അവസാനിച്ചപ്പോൾ ആരൊക്കെ മുന്നിലെത്തിയെന്നും ആരൊക്കെ ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങാൻ സാധ്യതകളുണ്ടെന്നും പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. 13 പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റിൽ നിന്ന് 1-2 സ്ഥാനങ്ങളിൽ മാറ്റമില്ലാതെ തുടരുന്ന കാഴ്ചകൾ കണ്ടപ്പോൾ വൈൽഡ് കാർഡ് എൻട്രികൾ 4 പേരും ഈ ആഴ്ച നോമിനേഷന് വരികെ 4 പേരും നനഞ്ഞ പടക്കങ്ങളായിട്ട് മാറുന്ന കാഴ്ച കാണാൻ സാധിച്ചപ്പോൾ 1-ാം സ്ഥാനത്ത് അനുമോൾ തന്നെ തുടരുകയായിരുന്നു. അനുമോൾക്ക് റെക്കോർഡ് വോട്ടുകൾ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ 2-ാം സ്ഥാനത്ത് തൊട്ടുപുറകെ അനീഷേട്ടൻ്റെ മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 3-ാം സ്ഥാനത്ത് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ആരെന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അത് ആതിരനെ തന്നെയായിരുന്നു. ആതിരയ്ക്ക് വോട്ടിംഗ് നല്ല രീതിയിൽ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചപ്പോൾ 4-ാം സ്ഥാനത്ത് അക്ബറിനെയായിരുന്നു കാണാൻ സാധിച്ചത്. അക്ബറിന് നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കി ഈ ആഴ്ച ബിഗ് ബോസിൽ തുടരാൻ സാധിക്കുന്നുണ്ട്. 5-ാം സ്ഥാനത്ത് മാറ്റമില്ലാതെ ആര്യം മുന്നേറുന്ന ഒരു കാഴ്ചയാണ് വോട്ടിംഗ് അവസാനിക്കുമ്പോഴും കാണാൻ സാധിച്ചത്. വോട്ടിങ്ങിന്റെ തുടക്കം മുതൽ ആര്യം 4-5 സ്ഥാനങ്ങളിലായിരുന്നു. 6-ാം സ്ഥാനത്ത് അവസാന മണിക്കൂറിൽ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെച്ചൊരു കണ്ടസ്റ്റന്റായിട്ട് ബിന്നി മാറിയിട്ടുണ്ടായിരുന്നു. ബിന്നിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ 7-ാം സ്ഥാനത്ത് അവസാന മണിക്കൂറിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായത് അത് അഭിലാഷിനെ തന്നെയായിരുന്നു. അബിക്ക് നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കി അയച്ച് തുടരാൻ സാധിച്ചപ്പോൾ 8-ാം സ്ഥാനത്ത് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റായിട്ട് നിവിൻ മാറിയിട്ടുണ്ടായിരുന്നു. റെനെ 8 വർഷം നിവിൻ ഈ ആഴ്ച തുടരുമ്പോൾ 9-ാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോകുന്ന റെന ഫാത്തിമേനെ അവസാന മണിക്കൂറിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ റെനയ്ക്ക് നേരിയ വോട്ടിന് നേർച്ചയുണ്ടെങ്കിലും ഈ ഒരു ആഴ്ച സേഫായിട്ട് മാറാൻ സാധ്യതയുണ്ട്. 10ാമത്തെ പൊസിഷനിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായത് അത് നമ്മുടെ ലക്ഷ്മിയെ തന്നെയായിരുന്നു. ഈ ആഴ്ച വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ഡേഞ്ചർ സോണിൽ പോയിട്ടുള്ള ലക്ഷ്മി ഒരുപക്ഷെ ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങാൻ സാധ്യതയുള്ളൂ. 11-ാം സ്ഥാനത്ത് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് പ്രവീണായിരുന്നു. വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ബിഗ് ബോസ് ഹൗസിലോട്ട് വന്ന് പ്രവീൺ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങുമെന്ന് കണ്ടു തന്നെ അറിയണം. നിലവിൽ 12-ാം സ്ഥാനത്ത് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് അത് സാബുമാനായിരുന്നു. സാബുമാൻ അവസാന മണിക്കൂറിൽ വലിയ വോട്ടിംഗ് താഴ്ച നേരിട്ട് ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറക്കുന്ന ഒരു കാഴ്ച അവസാന മണിക്കൂറിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. വോട്ടിംഗ് അവസാനിക്കുമ്പോൾ 13-ാം പൊസിഷനിൽ നിൽക്കുന്ന കണ്ടസ്റ്റന്റായിട്ട് മസ്താനി മാറി. മസ്താനി വോട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ വോട്ടിംഗ് താഴ്ച നേരിടുകയായിരുന്നു. വൈൽഡ് കാർഡ് എൻട്രികൾക്കെല്ലാം തന്നെ ബിഗ് ബോസ് ഹൗസിൽ ഇതുവരെ വന്നിട്ട് 2 ആഴ്ചയെങ്കിലും കാര്യമായിട്ടുള്ള ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചില്ല. ഒരുപക്ഷെ ബിഗ് ബോസ് തെരഞ്ഞെടുത്തിട്ടുള്ള മിസ്റ്റേക്കാണോ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ കണ്ടന്റുകളുടെ ക്ഷാമമാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിചാരിച്ച് പുറത്തു പോകുന്ന വൈൽഡ് കാർഡ് എൻട്രികൾ തന്നെയായിരിക്കും. ഇപ്പോൾ ഇതാ ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ്. അതുകൊണ്ട് തന്നെ നേരിയ മാറ്റങ്ങളൊക്കെ ഇതിൽ സംഭവിക്കാം. എങ്കിൽ പോലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം വരും മണിക്കൂർ ഇവരുടെ ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിന്റെ പുറത്ത് ഇവരുടെ ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിന്റെ നിന്ന് പടിയിറങ്ങുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഇവരുടെ ആരും അപ്പോൾ ഇത്തവണത്തെ നോമിനേഷൻ ലിസ്റ്റിൽ നിന്നും ആരൊക്കെ ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.